18ാമത് IPL സീസണിലെ പോരാട്ടങ്ങൾ പാതി വഴി പിന്നിട്ടപ്പോൾ ടോപ്പ് 4-നായുള്ള പിടിവലി മുറുകുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചില ടീമുകളുടെയും താരങ്ങളുടെയും ഗംഭീര പ്രകടനങ്ങൾക്ക് ടൂർണമെന്റ് സാക്ഷിയായിരുന്നു. സ്ഥിരമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കളിക്കാർക്കൊപ്പം മറ്റു ചില താരങ്ങൾ സ്വന്തം പ്രകടനം വേറെ ലെവലിലേക്ക് ഉയർത്തിയതായും കാണാൻ സാധിക്കും. കഴിഞ്ഞ മെഗാ ലേലത്തിന് മുമ്പ് ഒരുപാട് വമ്പൻ താരങ്ങളെ അവരുടെ ഫ്രാഞ്ചൈസികൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ലേലത്തിൽ പുതിയ ടീമുകളിലേക്ക് ചേക്കേറിയ ശേഷം ഇവരിൽ ചിലർ അസാധ്യ പ്രകടനങ്ങളിലൂടെ കയ്യടി നേടുകയാണ്. ഇത് കണ്ട് അവരുടെ മുൻ ഫ്രാഞ്ചൈസികൾ ശരിക്കും ഞെട്ടുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ ഇവരെ കൈവിട്ടതിൽ ഇപ്പോൾ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ഈ താരങ്ങൾ? ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുലാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. കഴിഞ്ഞ 3 സീസണുകളിലും ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. എന്നാൽ കഴിഞ്ഞ തവണ ടീമുമായുള്ള രാഹുലിന്റെ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു. ഒരു മത്സരത്തിൽ നേരിട്ട തോൽവിക്ക് ശേഷം LSG ടീം ഉടമ സഞ്ജയ് ഗോയങ്ക ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ പരസ്യമായി ശകാരിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും വലിയ വിവാദമാവുകയും ചെയ്തു. ഗോയങ്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇതോടെ ഉയർന്നു. സീസൺ കഴിഞ്ഞതോടെ രാഹുലിനെ LSG ഒഴിവാക്കുകയായിരുന്നു. തുടർന്ന് 14 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വന്ന ശേഷം കസറുകയാണ് അദ്ദേഹം. 7 മത്സരങ്ങളിൽ നിന്നും 153.80 സ്ട്രൈക്ക് റേറ്റിൽ 3 ഫിഫ്റ്റികളടക്കം 323 റൺസ് രാഹുൽ അടിച്ചെടുത്തു കഴിഞ്ഞു. ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും അദ്ദേഹത്തിന്റെ തകർപ്പൻ പ്രകടനം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് LSG ടീം. ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ബാറ്ററും ഫിനിഷറുമായ ടിം ഡേവിഡ് ആണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ. കഴിഞ്ഞ മെഗാ ലേലത്തിന് മുമ്പ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ കൂടാരത്തിലായിരുന്നു അദ്ദേഹം. ടീമിനായി ചില മികച്ച ഇന്നിംഗ്സുകൾ ടീം കളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സീസണിന് ശേഷം അദ്ദേഹത്തെ കൈവിട്ട മുംബൈ ലേലത്തിൽ തിരികെ വാങ്ങാൻ ശ്രമിച്ചതുമില്ല. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് വെറും 3 കോടി രൂപയ്ക്ക് ഡേവിഡിനെ സ്വന്തമാക്കിയത്. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്ക് ആയി മാറുകയും ചെയ്തു. നിലവിലെ RCB ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഈ സീസണിൽ 8 മത്സരങ്ങളിൽ നിന്നും 194.52 സ്ട്രൈക്ക് റേറ്റിൽ 142 റൺസ് ഡേവിഡ് നേടിക്കഴിഞ്ഞു. ഒരു 50യും ഇതിൽ ഉൾപ്പെടും. ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ജോസ് ബട്ട്ലറാണ് ഈ ലിസ്റ്റിലെ 3ാമത്തെയാൾ. കഴിഞ്ഞ സീസണിന് ശേഷം ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ച ടീം പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ആണ്. തങ്ങളുടെ ടീമിന്റെ നെടുംതൂണായ ബട്ട്ലറെ അവർ കൈവിടുകയായിരുന്നു. ഒരു തവണ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് ഉൾപ്പെടെ സ്വന്തമാക്കിയ താരമാണ് അദ്ദേഹം. 2022 ടീം ഫൈനൽ വരെ എത്താൻ പ്രധാന കാരണക്കാരനും ബട്ട്ലർ ആയിരുന്നു. മെഗാ ലേലത്തിൽ 15.75 കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. തകർപ്പൻ പ്രകടനങ്ങളിലൂടെ GT ബാറ്റിംഗിലെ ഹീറോയായി ബട്ട്ലർ ഇതിനകം മാറിക്കഴിഞ്ഞു. 8 മത്സരങ്ങളിൽ നിന്നും 165.58 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചെടുത്തത് 356 റൺസാണ്. 3 50+ സ്കോറുകളും അടക്കമാണിത്.